ഞങ്ങളും പോയി കണ്ടിരുന്നപ്പോൾ ഈ സന്ധ്യയാകുമ്പോഴത്തേനും മുഴുവൻ ചാരമെല്ലാം ഈ കത്തിക്കുന്ന വേസ്റ്റിൻ്റെ ഇതെല്ലാം വീടുകളിലും അവരുടെ കിണറുകളിലും എല്ലാം വന്നറിയുക, ഇങ്ങനെ കിണറൊക്കെ മലിനമാകുക, ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായി. അത് എൻ്റെ തൊട്ടടുത്തുള്ള നിവാസികളാണ് ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളും ഇതിന് കൂടുതൽ ആശങ്കയിലായത്. അല്ലെങ്കിൽ അതിനു മുമ്പ് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയില്ലായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാൻ ഏത് ഗൂഗിളിലും കയറി ഏത് പിള്ളേർക്കും കയറി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഫ്ലൈറ്റ് ഫാക്ടറിയുടെ ദൂഷ്യവശങ്ങൾ എത്രമാത്രമാണ് ആർക്കും അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ജനങ്ങൾ ജാഗരൂകരാകുക. വരുന്ന ആളുകൾക്ക് നമ്മുടെ ഈ നാട് നമ്മുടെ കാരണവന്മാരായിട്ട് നമുക്ക് സിദ്ധിച്ചു തന്നെ നല്ല ഒരു വായു നല്ല ജലവും കുടിക്കാൻ പോലും ഈ നാട്ടിൽ സാധിക്കാതെ ഈ നാട് വിട്ട് എങ്ങോട്ട് പോകും? അല്ല, ഇതിനകത്ത് ചെയ്യേണ്ട ഇവരെന്നേ ഉള്ളൂ. വല്ല ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പോയി ഇങ്ങനെയുള്ള കമ്പനികൾ തുടങ്ങുക. നമ്മളെപ്പോഴും ഒരാളെ പിന്നോട്ട് അടിക്കുക എന്നുള്ളതല്ല. കമ്പനികൾ വരണം, ആൾക്കാർക്ക് ജോലി കിട്ടണം, അതൊക്കെ സംഭവം ശരി. പക്ഷേ അത് ജനവാസ കേന്ദ്രത്തിലും ഇതുപോലെ നീരുറവയുള്ള സ്ഥലങ്ങളിലും കൊണ്ടുപോയി ഇങ്ങനെയുള്ള കമ്പനികൾ തുടങ്ങുന്നതിനകത്താണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഇത് ഇൻഡസ്ട്രിയൽ ഏരിയ ഇവിടെ സർക്കാർ ഭൂമി തന്നെ എന്തോരം ഉണ്ട്. അത് ഒരുപാട്